നമുക്ക് അപ്പൊ കേരനെ എങ്ങനെയാണ് പെരട്ടി അതിനെ വെക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ക്യാമറമാൻ കമോൺ. കൊള്ളാം, കറക്റ്റ്. യേശു വന്നിട്ട് മൊത്തത്തിൽ കറക്ക് വരുന്നുണ്ട് മക്കളെ. ഞങ്ങള് കന്യാകുമാരി പോയി. കന്യാകുമാരി പോയത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. നല്ലെണ്ണടത്ത് തന്നെ ഇതിനെ പൊരിച്ച് കോരി എടുക്കാം. മണ്ണുകളെല്ലാം ആ കാലത്തൊക്കെ കൊണ്ടുവരുമായിരുന്നു. അന്നോട്ടെ മമ്മി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു ഒന്ന് കന്യാകുമാരി പോകണമെന്ന്. അതിന് ഒരു നുള്ളു പഞ്ചസാര, അതെന്തോ ഒരു ഗുഡിൻസ് ആണ്. ആ ഗുഡിൻസ് ആരും പറഞ്ഞു തരത്തില്ല. പക്ഷെ നമുക്കും പിള്ളേർ കൊണ്ടുപോകാൻ മണ്ണൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടാ. കാട്ടിപ്പോയി ഡിസ്കിലൊക്കെ കംപ്ലൈന്റ് ആയിട്ടിരിക്കണം. മമ്മിയുടെ ഡിസ്ക് ഒക്കെ ഊരിയെടുത്ത്. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഞാൻ നീന്തുമെന്ന് പറഞ്ഞില്ലായിരുന്നാ. ആദ്യം എനിക്ക് നടക്കുവാന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി മമ്മി നീന്തി നല്ല വിനാഗിരി ഉപ്പ് ഇട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം അവിടെ വെച്ചേക്കണം. അത് എല്ലാം നല്ലതാ മക്കളെ. പിന്നെ ചൂരേക്കാൾ നല്ലത് ചൂരയുടെ കൂട്ടത്തിൽ കയറിയാൽ നല്ലത്. പിന്നെ എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമനാളെ. എങ്ങനെയുണ്ട് മമ്മിയുടെ പാട്ട്? നമുക്ക് നെമ്മീനെ ഇടാം, എന്ത് മീനും നമുക്ക് അച്ചാറിടാം. കൊച്ചുമത്തി വരെ അച്ചാറിടുന്നില്ലേ? അച്ചാറിട്ട് എന്റെ മാക്ക് കൊടുത്തുവിടാനാണേ. നമുക്കിതൊന്ന് യൂട്യൂബിലിരുന്ന് നമ്മൾ നോക്കുമ്പോൾ ഓർക്കും ദൈവമേ അതുങ്ങൾ അച്ചാറിട്ട് ഇങ്ങനെയാണെന്ന്. പക്ഷെ ആ ചെയ്യണവർക്കേ അറിയാവുള്ളൂ ഇതിന്റെ കഷ്ടപ്പാടും. അങ്ങനെ കിടന്ന് മുടിയട്ടെ. ഇനി നമുക്ക് പോയി റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരാം. ടേസ്റ്റ് ചെയ്യാൻ ആരുമില്ല, സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയാം. ചെയ്യണോ എല്ലാം ചെയ്യണം. ഇത് നിസ്സാരപ്പെട്ട കളിയൊന്നുമല്ല, ഈ കളി ഒന്നൊന്നര കളിയാ. അപ്പൊ മക്കളെ നമ്മൾ ഇന്ന് കേര അച്ചാറിടാനാണ് അമ്മ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ മക്കളെല്ലാവരും അത് കാണാനായിട്ട് റെഡിയായിരുന്നു. നമുക്ക് അപ്പൊ കേരനെ എങ്ങനെയാണ് പെരട്ടി അതിനെ വെക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ക്യാമറമാൻ കമോൺ. കേര കഴുകുന്നത് എങ്ങനെയാണെന്നറിയാവാ? നല്ല വിനാഗിരി ഉപ്പ് ഇട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം അവിടെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ കഴുകിയിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കഴുകി വൃത്തിയാക്കി കൊട്ടരാത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുവാണേ. ഇനി ഇതിനെ പെരട്ടാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ അരക്കാൻ പോവുകയാണേ. ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇനി നമ്മൾ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ, ഇത് പെരട്ടാനായിട്ടുള്ളത്. അപ്പോൾ മമ്മീൻ്റെ അകത്തോട്ട് എരിവുള്ളത് 2.5 സ്പൂൺ ഇട്ട്, പിന്നെ അതിനൊരു കളർ കിട്ടാനും വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, വീട്ടിലെ കുരുമുളക് ഇടിച്ച് പൊടിച്ച് വെച്ചിരുന്ന കുരുമുളക് പൊടി. ഇനി ഇതിനെ നമ്മൾ റെഡിയാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഇതിൻ്റെ അകത്തോട്ട്. ഇനി നമ്മൾ കുറച്ച് വിനാഗിരി, ഈ നമ്മുടെ കേരയ്ക്ക് പിടിക്കണ്ടേ, അപ്പൊ അതിന് പുളിയും ഉപ്പും ഒക്കെ വേണമല്ലോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പം എല്ലാം നോക്കി നോക്കി വേണം ചേർക്കാനായിട്ട്. 2 കിലോ കേരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അച്ചാറിട്ട് എൻ്റെ മാക്ക് കൊടുത്തുവിടാനാണേ. നമുക്കിതൊന്ന് എന്നിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. ായിട്ടതേ അരച്ച് റെഡിയാക്കിയ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഉമ്മി നല്ല ഒരു മണം, ഇഞ്ചിയും വെളുത്തുള്ളിയും വിനാഗിരിയും എല്ലാം കൂടി ചേർത്ത് അരച്ചപ്പോൾ നല്ലൊരു. നമുക്ക് ഇത്തിരി വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ ജാറൊന്ന് കഴുകിയിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് തന്നെ ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കും. ഇത്തിരി കുറവാണെന്ന് പറയുന്നു കൊച്ചുങ്ങൾ. അപ്പോഴേ നമുക്ക് ഇത്തിരിയും കൂടി ഒന്ന് ഇതാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാവേ, നോക്കിയിട്ട് ഒഴിക്കാം. കഷ്ണത്തെ പിടിപ്പിക്കാനുള്ള. എല്ലാം നല്ലതാണ് മക്കളെ. പിന്നെ ചൂരേക്കാൾ നല്ലത് ചൂരയുടെ കൂട്ടത്തിൽ കയറിയാൽ നല്ലത്. പിന്നെ നമുക്ക് നെമ്മീനെ ഇടാം, എന്ത് മീനും നമുക്ക് അച്ചാറിടാം. കൊച്ചുമത്തി വരെ അച്ചാറിടുന്നില്ലേ? അച്ചാറിന് നമുക്ക് ഇന്ന മീനൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട മീനാണ്.
ഇപ്പൊ അരപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. നോക്കട്ടെ പുളിയൊക്കെ ഉണ്ടാവും. കൊള്ളാം, കറക്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മീനെ എടുത്തിടാം. നല്ല വൃത്തിയായിട്ട് കഴുകി അയ്യോ, ചേച്ചി വന്നിട്ട് മൊത്തത്തിൽ കറക്കം വരുന്നു എന്റെ മക്കളെ. ഞങ്ങള് കന്യാകുമാരി പോയി. കന്യാകുമാരി പോയത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിലുണ്ടല്ല പിള്ളേർ പറയുവേ കന്യാകുമാരി പോയിട്ട് ഞങ്ങള് പെൻസിൽ കൊണ്ടുവന്ന് കളർ മണ്ണുകളെല്ലാം ആ കാലത്തൊക്കെ കൊണ്ടുവരുമായിരുന്നു. അന്ന് തൊട്ടേ മമ്മി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു ഒന്ന് കന്യാകുമാരി പോകണമെന്ന്. അപ്പൊ ഇപ്രാവശ്യം മോള് വന്നിട്ട് ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് നമുക്ക് കന്യാകുമാരി പോകാന്ന് പറഞ്ഞു. കൊള്ളായിരുന്നു കന്യാകുമാരി പോയിട്ട്. പക്ഷെ അന്ന് പിള്ളേർ കൊള്ളാൻ മണ്ണൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടാ. കക്കയും ഇങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടൊക്കെ കണ്ട് അങ്ങനെ ബോട്ട് യാത്രയിലൊക്കെ കയറി അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ എവിടെയാ പോയത്? കാട്ടിപ്പോയി. മൂന്നാർ അടുത്തായിട്ടുള്ള മാങ്കുളം. മാങ്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അടിപൊളിയായിരുന്നു. അയ്യോ, ഡിസ്കിലൊക്കെ കംപ്ലൈന്റ് ആയിട്ടിരിക്കണം. മമ്മിയുടെ ഡിസ്കൊക്കെ ഊരിയെടുത്ത്. അവിടുത്തെ ജീപ്പ് യാത്ര നല്ല സുഖമായിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടൊക്കെ വന്നു. പിന്നെ അവിടുത്തെ പുഴയിൽ പോയി കുളിച്ച് സ്വിമ്മിംഗ് പൂളിൽ മമ്മി നീന്തി. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഞാൻ നീന്തുമെന്ന് പറഞ്ഞില്ലായിരുന്നാ? അതെനിക്ക് നടക്കുവാന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി മമ്മി നീന്തി മക്കളെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് മക്കൾ വിശ്വസിച്ചത്. അയ്യോ, അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഞങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ചിലപ്പോ ഈ വീഡിയോയിൽ വെക്കാം. അപ്പൊ നമ്മളിത് എല്ലാം പെരുട്ടി പൊത്തി വെച്ച് ഇനി നമ്മളിതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ നേരം നമ്മൾ ഇവനെ സെറ്റാക്കി വെക്കണം. അപ്പൊ ഇത് ഇരിക്കട്ടെ, മൂടി വെച്ച് ഇവനെ ഇവിടെ സെറ്റാക്കാം. ശരി മക്കളെ, അപ്പൊ നമ്മൾ അരമണിക്കൂർ ആയി നമ്മളിത് പെരട്ടി വെച്ചിട്ട് ഇനി വാ നമുക്കിത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മള് എല്ലാം സെറ്റായിരിക്കുന്നു. ഇനി നമുക്ക് വറുക്കാനുള്ള ചട്ടി ഇറപ്പി വെക്കാം കേട്ടോ. അപ്പം സ്റ്റൗ കത്തിക്കാൻ പോകും. ഒരു ഉരുളി എടുത്ത് മമ്മി അടപ്പി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് നല്ലപോലെ നമുക്ക് കാര്യമായിട്ടൊക്കെ നിന്ന് മറക്കി എന്തിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ചട്ടി ഒന്ന് പഴുക്കട്ടെ. പഴുത്തതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. ശരി മക്കളെ, ചട്ടി നല്ലപോലെ പഴുത്ത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മമ്മി ചേർക്കുന്നത് ഈ നല്ലെണ്ണയാണ് കേട്ടോ. പണ്ടുള്ള അമ്മമാർ പറഞ്ഞിട്ട് ഈ നല്ലെണ്ണയിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കണം. കുറേ വർഷം വരെ ആണെങ്കിലും നമുക്കത് സൂക്ഷിച്ച് എന്നുവെച്ചാൽ ഇത് നമ്മൾ പിന്നെ പെട്ടെന്ന് തീർക്കത്തില്ലല്ലോ, ചേച്ചിക്ക് കൊടുത്തു വിടാനുള്ളതാണല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. നമുക്ക് നല്ലെണ്ണ ഇടത്ത് തന്നെ ഇതിനെ പൊരിച്ച് കോരി എടുക്കാം. നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് മീൻ എണ്ണ നല്ലപോലെ പഴുത്ത് നല്ല ചൂടൊക്കെ വരുന്ന ആവിയൊക്കെ പറിക്കുന്നു, നൊരയൊക്കെ വരുന്നു. ഇനി നമുക്ക് ഇവനെ പെറുക്കി ഇതിനകത്തോട്ട് ഇടാം. കുറേശ്ശെ ഒരേ സൈഡിൽ നിന്ന് എടുത്ത് നോക്കട്ടെ. പിന്നെ നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കും. നമ്മൾ ഇതിൻ്റെ തീ കുറക്കാൻ പോവാം കേട്ടോ മക്കളെ. എന്നുവെച്ചാൽ ചെറിയ തീയിൽ കിടന്ന് വേണം ഇത് സെറ്റ് ആകാനുള്ളത്. അപ്പോൾ തീ കുറക്കുക. ഇനി ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ പതുക്കെ ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറച്ചിടാം. അപ്പോൾ മുരിയിട്ട് അങ്ങനെ കിടന്ന് നമുക്ക് വിശ്രമം. അടുത്തൊക്കെ കോരണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം. മുരിഞ്ഞൊക്കെ കിട്ടണം. ചെറിയ തീയിലൊക്കെ ഇട്ടല്ലേ അത് ഏകദേശം നമുക്ക് കോരാനുള്ള പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വേണ്ട നല്ലപോലെ മുരിഞ്ഞ് ഈ പരുവത്തിൽ നമുക്ക് കോരിയെടുക്കണം. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ പരുവം. ഇനി നമുക്ക് ഇവനെ കോര നല്ലതേ കടുകടാന്ന് കിടക്കുന്നു. കടുകടാന്ന് പറഞ്ഞിട്ടുണ്ട്. ചട്ടിയിൽ കിടന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന ഓട്ടം കണ്ട. ഇതാണ് നമുക്ക് വേണ്ട പരുവം. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് നമ്മുടെ സ്പെഷ്യൽ പരിപാടി എന്ന് പറഞ്ഞാലേ നമ്മളെല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് അല്ലേ നമ്മൾ അരച്ച് പെരട്ടി. അത് കാരണം നമുക്കിതിപ്പോൾ പെറുക്കി തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
ഇതൊന്നും മമ്മി തമാശ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ നല്ല കാര്യമായിട്ട് പറയുന്നതാ ഇത്. ഇപ്പൊ നമുക്ക് ഒരേ കഷ്ണം ഇത് അങ്ങോട്ട് ഇപ്പൊ ഇത് കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്ക് ഇതിപ്പോ ഒന്നും ചെയ്യാതെ നമുക്കിതെടുത്ത് കഴിക്കാൻ പറ്റിയ പരുവത്തിലാണ് മമ്മി എല്ലാം അരച്ച് പുരട്ടി. മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തൊന്ന് നോക്കണം കേട്ടാ, എന്നിട്ട് എനിക്ക് കമന്റ് ഒക്കെ ഇടണം. നല്ല ടേസ്റ്റിയായ ഫുഡാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ട മുരിഞ്ഞിട്ട് നല്ല ഇതെല്ലാം നമ്മൾ കോരി എങ്ങനെയുണ്ട്? ഹായ്. അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാണേ. തീയൊക്കെ കുറച്ചിട്ട് നല്ലപോലെ നിരത്തിയെല്ലാം ഇട്ട് അങ്ങനെ കിടന്ന് മുരിയട്ടെ. ഇനി നമുക്ക് പോയി റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് നോക്കാം മറക്കാനിട്ടത് എവിടം വരെ ആയെന്ന് നോക്കാം. ദേ വന്നേ, കണ്ട ഈ പരുവത്തിലായിട്ടുണ്ടേ, ഇത്തിരിയും കൂടി മൂക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് പൊടിക്കാതെയൊക്കെ എടുക്കണം. ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ, വറുക്കലൊക്കെ. ഇന്നത്തെ കാര്യം നമ്മൾ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് അച്ചാറിന്. അപ്പൊ ഒരു വശം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്, അടുത്ത വശം നമ്മൾ മുരിയാനായിട്ട് മറിച്ചിട്ട് ഇനി അവിടെ കിടന്ന് മുരിയട്ടെ. എന്തുണ്ട് മക്കളെ വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എന്റെ മൂത്ത മോള്. അവർക്ക് ഇങ്ങനെ ഒന്നും കിട്ടത്തില്ലല്ലോ, നാട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ മക്കൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ചൂടോടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കോരിയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. എനിക്കും സന്തോഷം അങ്ങനെ കോരിയൊക്കെ എടുത്ത്. എങ്ങനെയുണ്ട്, കൊള്ളാ? സൂപ്പർ. മക്കളെ വാ, എല്ലാം വറുത്ത് കോരി സെറ്റാക്കി വെച്ചിരിക്കുന്നു. എല്ലാം ഒരുപരാ വറുത്ത് വെച്ചിരിക്കുന്നു. ഇനി ഇതിനെ നമുക്ക് അച്ചാർ ഇടാവുന്ന പരുവത്തിലേക്ക് ആക്കാം. ഈ വറുത്ത് കോരിയതിന് അച്ചാറിന്റെ ഇതിലേക്ക് പോവുകയാണേ. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. ചട്ടി എടുക്കാം. ചട്ടി എടുത്ത് അടപ്പേ വെച്ചു, സ്റ്റൗ കത്തിച്ചു. ഇനി ഇത് വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതൊന്ന് പഴുക്കട്ടെ. ഇത് ഈ ചട്ടിക്കൊക്കെ നല്ല കനവുള്ളതാണ്, അപ്പൊ അതൊക്കെ നല്ലപോലെ പഴുത്താലേ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല മക്കളെ, മീൻ അച്ചാറിടുക എന്നൊക്കെ പറഞ്ഞാൽ കുറെ സമയം വേണം. സമയം നോക്കിയിട്ടൊന്നും കാര്യമില്ല. എല്ലാം വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ നമ്മൾ. ഈ സാധനങ്ങളെല്ലാം ചേരുവകളെല്ലാം അരിയണം, എല്ലാം ചെയ്യണം. ഇത് നിസ്സാരപ്പെട്ട കളിയൊന്നുമല്ല. ഈ കളി ഒന്നൊന്നര കളിയാ. യൂട്യൂബിലിരുന്ന് നമ്മൾ നോക്കുമ്പോൾ ഓർക്കും ദൈവമേ അതുങ്ങൾ അച്ചാറിട്ട് ഇങ്ങനെയാണെന്ന്. പക്ഷെ ആ ചെയ്യണവർക്കേ അറിയാവുള്ളൂ ഇതിന്റെ കഷ്ടപ്പാടും ഇതിലുള്ള പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും പറയണ്ട. കുക്കിങ് ചെയ്യുന്നത് പിന്നെ അത് ചെയ്യുന്നത് എല്ലാം ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. നേരത്തെ വറുത്തതിന്റെ കുറച്ചെണ്ണ നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മൾ ആദ്യമേ ഒഴിക്കാം. വറുത്ത് വെച്ചത് വറുത്ത് കോരിയൻ്റെ എണ്ണയെ പോരാത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പോരല്ല, കുറച്ചും കൂടി ഒഴിക്കാം. ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒന്ന് പഴുക്കട്ടെ. എൻ്റെ മക്കളെ, രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാ. ഇതുവരെ ആയിട്ടും പരിപാടി തീർന്നിട്ടില്ല. എല്ലാം നല്ല സമയമെടുത്ത് നല്ല വറുക്കാനായിട്ട് ചെറിയ തീയിലിട്ട് അതങ്ങനെ മൂപ്പിച്ച് കാലുകിഴക്കും കൈകിഴക്കും എന്നാലും ചെയ്തോണ്ടിരിക്കുക. ഇതാണ് മമ്മിയുടെ പരിപാടി. മക്കൾ ഇതൊക്കെ കാണുന്നുണ്ടോ? സബ്സ്ക്രൈബറൊക്കെ തരുന്നുണ്ടോ? ഇതൊക്കെ കാണുന്നുണ്ടോ? വിരലടയാളോ ആ സബ്സ്ക്രൈബറും ഒക്കെ വളരെ കുറവാണ് മക്കളെ. വാരിക്കൊരു അമ്മ അത്രയും കഷ്ടപ്പെടുന്നതല്ലേ. നല്ല കുഞ്ഞിക്കടുകല്ലേ ഈ പ്രാവശ്യം നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്ന. നല്ല നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കും. കടുകൊക്കെ പിന്നെ വയറിന് നല്ല ദഹനമൊക്കെ കിട്ടും. ഇരിക്കട്ടെ, കണക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അതിനകത്തോട്ട് ഇടുക, പൊട്ടിക്കുക. ഉലുവ ഇടാം. ഉലുവ, കടുക് പൊട്ടുന്നു, ഉലുവ ഇടുന്നു. ഞാനൊരു 2.5 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉലുവയും കടുകും ഏകദേശം പൊട്ടുന്നു. ഇനി നമ്മൾക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം.
തീ ഒന്ന് കുറച്ച് വെക്കാം. എല്ലാം ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇഞ്ചി ചതച്ചത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കും. ഇതൊക്കെയാണ് അച്ചാറിന് വേണ്ടത്. ചതച്ച് വെച്ച കാരണം ഉണ്ടല്ലോ, ഒന്നും എടുത്ത് കളയത്തില്ലല്ലോ, എല്ലാം അങ്ങനെ തന്നെ ഗ്രേവി ആയിട്ടൊക്കെ കഴിച്ചോളൂ. ചിലപ്പോൾ ഇഞ്ചി ഇഷ്ടമില്ല, ഇഞ്ചി കടിക്കുവാണെങ്കിൽ അത് മാറ്റി വെച്ച്, വെളുത്തുള്ളി കടിക്കുവാണെങ്കിൽ അത് മാറ്റി വെച്ച്, അങ്ങനെയൊന്നും വേണ്ടല്ലോ. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 4-5 പച്ചമുളക് എടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ കടുകിട്ട്, ഉലുവായിട്ട്, അത് കഴിഞ്ഞ് ഇഞ്ചിയിട്ട്, വെളുത്തുള്ളി ഇട്ട്, പച്ചമുളക് ഇട്ട്, ഇനി നമുക്ക് കരിയാപ്പില ഇട്ട്. കരിയാപ്പിലൊക്കെയാണല്ലോ അച്ചാറിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കിടക്കട്ടെ. ഇങ്ങനെ കരിയാപ്പിലയും ഇട്ട്, ഇപ്പൊ എന്തൊരു രസമല്ലേ കാണാനായിട്ട്. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമനാളെ. എങ്ങനെയുണ്ട് മമ്മിയുടെ പാട്ട്? നമ്മൾ മൂത്ത് കഴിഞ്ഞ് നമുക്ക് പൊടികൾ ചേർക്കാം. ഇനിയെല്ലാം പെട്ടെന്നാണേ. ഇപ്പം പരിപാടികളൊക്കെ ചിലപ്പോൾ എവിടെയാണെന്നും പറഞ്ഞ് നമ്മൾ നടക്കും. എൻ്റെ പൊന്നോ, മീൻ വറുത്ത് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തിരി താമസം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇതിന് ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണേ. മീനൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പെല്ലാം നമ്മുടെ ആവശ്യത്തിനാണ് ഇടുന്നത്. അത് നമ്മൾ നോക്കിയൊക്കെ ഇടണം. ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണേ. ഓഫാക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിലേ കരിഞ്ഞു പോകും. ഇതേ സ്റ്റൗ ഓഫാക്കി. ഇനി ചേർത്തതാണ്, എന്നാലും കുറേശ്ശെ മഞ്ഞപ്പൊടിയൊക്കെ, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി. 2 സൈസ് മുളക് പൊടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കളർ കിട്ടണമെങ്കിൽ മറ്റേ എരിവില്ലാത്തവരെ ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് എരിവുള്ളത് നമ്മൾ ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി എരിവില്ലാത്ത, എന്തുവാ ഇതിൻ്റെ പേര്? കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉലുവ പൊടിച്ചത് ഇവിടെ ഒരു കുപ്പിയിടകത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉലുവാപ്പൊടി 1 ടീസ്പൂൺ കാണും അല്ലേ? 1 ടീസ്പൂണോളം വരും, കൂടുതൽ കാണും. ഇത്തിരി കായപ്പൊടി, അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മുടെ നാടൻ കുരുമുളക് പൊടി ഇത്തിരി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇത്തിരി കുരുമുളക് പൊടി. അപ്പോൾ പൊടികളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനും കൂടി മിക്സ് ചെയ്യാം. ഇത് കാര്യം ഓർക്കണം, ചട്ടി എപ്പോഴും നമ്മൾ ഓഫാക്കിയിട്ട് വേണം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരിക്കുന്ന ചട്ടിയാണ്, നമ്മൾ അത് ഓഫാക്കിയിട്ട് ചെയ്യാവുള്ളൂ. ചെറിയ ആ ചൂടിൽ കിടന്ന് ഇത് മൂത്ത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വിനാഗിരി. കറക്റ്റ് വിനാഗിരി തന്നെയാണ് അതിന്റെ പേര്. ഞാനിങ്ങനെയൊക്കെയാ പറയുന്നത്, മിന്നാഗിരി. ഇങ്ങനെയൊക്കെയാണ് പേര്. ഇതാണ് മക്കളും മരുമക്കളും. നമ്മൾ മിന്നാരി എന്ന് പറയുമ്പോൾ മക്കളും മരുമക്കളും ഇങ്ങനെ പറയും. അപ്പൊ നമുക്കത് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് ഒരു ബൗളിൻ്റെ അകത്ത് നിറച്ച് വിനാഗിരിയിൽ വേണം ഇവൻ കിടന്ന് ചെയ്യാം. അപ്പം ഇത്രയും വിനാഗിരി എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കണം. ഇത് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവൻ തിളക്കണം. ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ കണ്ട മക്കളെ, കളറൊക്കെ കണ്ട സൂപ്പറായില്ലേ? ഇഷ്ടമായ എല്ലാവർക്കും? നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നല്ലേ? ഇനി ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. അമ്മ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം.
അപ്പൊ ഇത്തിരി ഉപ്പും പുളിയൊക്കെ ഉണ്ടാവുന്ന നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ഉണ്ടാവുന്ന നോക്കട്ടെ. തിളക്കുന്നുണ്ട്. നല്ല നാടൻ വിനാഗിരിയാണ്, അത് കാരണം നല്ല ടേസ്റ്റുണ്ട്. ചെറുതായിട്ട് ഇത്തിരി ഉപ്പിന് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കും. ഏത് അച്ചാറിനും നമ്മളൊരു നുള്ളു പഞ്ചസാര ഇടുമല്ലോ. ഇപ്പം നമ്മൾ എന്തൊരു അച്ചാർ ഇട്ടാലും ഒരു നുള്ളു പഞ്ചസാര, അതെന്തോ ഒരു ഗുഡിൻസ് ആണ്. ആ ഗുഡിൻസ് ആരും പറഞ്ഞു തരത്തില്ല, പക്ഷെ നമുക്കും ഒരു നുള്ളു പഞ്ചസാര ഇതിൻ്റെ അകത്തിടാം. ഇതൊക്കെ അമ്മമാരുടെ പരിപാടികളാണ്. ഒരു നുള്ളു പഞ്ചസാര എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് കുട്ടപ്പനായി. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ അകത്തോട്ട് 2 കിലോ മീന വറുത്ത് വന്നപ്പോൾ എന്തേ ദൂരായിരിക്കുന്നു. ചെറിയ തീയിലാണേ, ചെറിയ തീയില് നല്ല മുരുമുരായിരിക്കുന്നു. ഇപ്പൊ ഏകദേശം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ സ്റ്റവ് ഓഫാക്കി എല്ലാം കൂടി തട്ടിപ്പൊട്ടി നമ്മൾ ഇതിനെ ഒന്ന് മൂടി വെക്കുവേ. നമ്മൾ ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് ഈ ആവിയിലിരുന്ന് സെറ്റാകട്ടെ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാം. തുറക്കാം. ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാവരും നല്ല സെറ്റായിട്ടിരിക്കുന്നു. ആവശ്യത്തിനുണ്ട്, എല്ലാം ഉണ്ട്, വിനാഗിരിയും എല്ലാം ഉണ്ട്. ഇന്നുണ്ടല്ലോ മക്കളെ, പേയാങ്കുട്ടൻ ഇവിടെ ഇല്ല, അവനൊരു കാര്യത്തിന് പുറത്തു പോയിരിക്കുക. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ ആരുമില്ല. സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയാം. ഞാനൊരു കഷ്ണം എടുത്തിട്ടുണ്ടേ, ഞാൻ ഉണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് വേറെ ഒന്നും വേണ്ട. ഒരു പാത്രം ചോറൊക്കെ എടുത്തിട്ട് ഒരു ഒഴിച്ചുകൂട്ട് കറിയും ഒക്കെ ഉണ്ടെങ്കിൽ 2 കഷ്ണം അച്ചാറും കഷ്ണം എടുത്ത് വെച്ച് ഒരു മോര് കാച്ചിയതും കേരള അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പർ. ഇന്നത്തെ ഊണ് കൊള്ളാം, സൂപ്പർ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ചെയ്തതുപോലെ